ഹായ് ഗേസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, നമ്മളൊരു സെഷനിൽ വില്ലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലേ? വില്ലൻ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു ഉറപ്പുള്ള കാര്യങ്ങൾ, സാധ്യതയാണ് ഉറപ്പുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് വില്ല് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ നമുക്ക് വിൽ ബി പ്ലസ് ഐ എൻ ജി അതേത് സാഹചര്യത്തിലാണ് നമ്മൾ പറയാ? ചെയ്യുകയായിരിക്കും. ഭാവിയിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യുകയായിരിക്കും? ആ സമയത്ത് നിങ്ങൾ ഉറങ്ങുകയായിരിക്കുമോ? വിൽ യു ബി സ്ലീപ്പിംഗ്? സ്ലീപ്പ് എന്ന് പറയുന്നതിന്റെ കൂടെ ഐ എൻ ജി, സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു വേർബാണ്. ആ വേർബിന്റെ കൂടെ നമ്മൾ ഐ എൻ ജി യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വിൽ ബി പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നത് ആകും, അത് ചെയ്യുകയാകും. നമ്മൾ വിൽ ബി പ്ലസ് ഐ എൻ ജി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. വിൽ യു ബി സ്ലീപ്പിംഗ് അറ്റ് ദിസ് ടൈം ടുമാറോ? വിൽ യു ബി സ്ലീപ്പിംഗ് അറ്റ് ദിസ് ടൈം ടുമാറോ? നിങ്ങൾ നാളെ ഈ സമയത്ത് ഉറങ്ങുകയാകുമോ? യെസ്, ഐ വിൽ ബി സ്ലീപ്പിംഗ് അറ്റ് ദിസ് ടൈം ടുമാറോ. ഞാൻ ആ സമയത്ത് ഉറങ്ങുകയാകും. നോ, ഐ വോണ്ട് ബി സ്ലീപ്പിംഗ് അറ്റ് ദിസ് ടൈം ടുമാറോ. ഞാൻ ആ സമയത്ത് ഉറങ്ങുകയായിരിക്കില്ല. നാളെ ആ സമയത്ത് ഉറങ്ങുകയായിരിക്കില്ല. വോണ്ട് ബി. വിൽ ബിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നെഗറ്റീവ് എന്താണ്? വോണ്ട് ബി. ഓക്കെ, സീ ദ നെക്സ്റ്റ് എക്സാമ്പിൾ. വിൽ ദേ ബി പ്ലേയിങ് ഫുട്ബോൾ? വിൽ ദേ ബി പ്ലേയിങ് ഫുട്ബോൾ? അവർ ഫുട്ബോൾ കളിക്കുകയായിരിക്കുമോ? യെസ്, ദേ വിൽ ബി പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിക്കുകയായിരിക്കും. നോ, ദേ വോണ്ട് ബി പ്ലേയിങ് ഫുട്ബോൾ. നെക്സ്റ്റ് എക്സാമ്പിൾ. വിൽ യു ബി ട്രാവലിംഗ് ടു യു എസ് നെക്സ്റ്റ് മന്ത്? വിൽ യു ബി ട്രാവലിംഗ് ടു യു എസ് നെക്സ്റ്റ് മന്ത്? നിങ്ങൾ അടുത്ത മാസം യു എസിലേക്ക് പോകുമോ? യു എസ്, അമേരിക്കയിലേക്ക് പോവാൻ അടുത്ത മാസം? യെസ്, ഐ വിൽ ബി ട്രാവലിംഗ് ടു യു എസ് നെക്സ്റ്റ് മന്ത്. നോ, ഐ വോണ്ട് ബി ട്രാവലിംഗ് ടു യു എസ് നെക്സ്റ്റ് മന്ത്. See the next example. Will he be writing a story? Will he be writing a story? അവൻ കഥ എഴുതുകയാകുമോ? Yes, he will be writing a story. അതെ, അവൻ കഥ എഴുതുകയാകും. No, he won't be writing a story. Next example. Will Max be driving car tomorrow morning? Will Max be driving car tomorrow morning? നാളെ രാവിലെ മാക്സ് കാർ ഓടിക്കുകയാകുമോ? Yes, Max will be driving car tomorrow morning. അതെ, മാക്സ് രാവിലെ കാർ ഓടിക്കുകയായിരിക്കും. No, Max won't be driving car tomorrow morning. മാക്സ് രാവിലെ കാർ ഓടിക്കുകയായിരിക്കില്ല. ലാസ്റ്റ് വൺ. Will they be waiting at the station? Will they be waiting at the station? അവർ സ്റ്റേഷനിൽ കാത്തിരിക്കുമോ? Yes, they will be waiting at the station. അവർ സ്റ്റേഷനിൽ കാത്തിരിക്കും. No, they won't be waiting at the station. അവർ സ്റ്റേഷനിൽ കാത്തിരിക്കില്ല. ഓക്കെ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് am, are, is, വിൽ ബി ഇതൊക്കെ വെച്ചിട്ട് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാനും അതൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിച്ചാണ് പറയാന്നും അതെല്ലാം ഉപയോഗിച്ചിട്ട് കുറച്ച് സെന്റൻസസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഐ ആം എ സ്റ്റുഡന്റ്. ഐ ആം എ സ്റ്റുഡന്റ്. സെക്കൻഡ് വൺ. ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു. ആയിരുന്നു. ഐ വാസ് എ സ്റ്റുഡന്റ്. ഐ വാസ് എ സ്റ്റുഡന്റ്. ഞാനൊരു വിദ്യാർത്ഥിയാകും. തേർഡ് വൺ ആണ് അല്ലെ. ഞാനൊരു വിദ്യാർത്ഥിയാകും. ആകും. വിൽ ബി. ഐ വിൽ ബി എ സ്റ്റുഡന്റ്. ഫോർത്ത് വൺ. അവൻ ഒരു ഡോക്ടർ ആണോ? ആണോ. ഈസ് ഹി എ ഡോക്ടർ? ഈസ് ഹി എ ഡോക്ടർ? ചെക്ക് ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ദ ഫിഫ്ത് വൺ. അവൻ ഒരു ഡോക്ടർ ആയിരുന്നു. ആണോ എന്നുള്ളത് നമ്മൾ ഈസ് ആണ് ഉപയോഗിച്ചത്, പ്രസന്റിലായതുകൊണ്ട്. ആയിരുന്നോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? പാസ്റ്റ്, കഴിഞ്ഞത് വാസ്. വാസ് ഹി എ ഡോക്ടർ? സിക്സ്ത് എക്സാമ്പിൾ. അവനൊരു ഡോക്ടർ ആകുമോ? ആകുമോ. വിൽ ഹി ബി എ ഡോക്ടർ? സെവൻത് വൺ. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. വി ആർ ലേണിംഗ് ഇംഗ്ലീഷ്. എയ്ത്ത് എക്സാമ്പിൾ. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. വി വേർ ലേണിംഗ് ഇംഗ്ലീഷ്. വി വേർ ലേണിംഗ് ഇംഗ്ലീഷ്. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാകും. വി വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ്. വി വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ കളിക്കുകയാണോ? ആർ യു പ്ലേയിങ്? ആർ യു പ്ലേയിങ്? 11th വൺ. നിങ്ങൾ കളിക്കുകയായിരുന്നോ? were you playing? were you playing? 12th. നിങ്ങൾ കളിക്കുകയാകുമോ? will you be playing? നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ, കളിക്കുകയാകുമോ. will you be playing? നിങ്ങൾ എഴുതുകയാണോ? are you writing? are you writing? 14th example. നിങ്ങൾ എന്താണ് എഴുതുന്നത്? എന്ത് എഴുതുകയാണെന്ന് എങ്ങനെ ചോദിക്കുക? what are you writing? 15th one. നിങ്ങൾ എന്ത് എഴുതുകയായിരുന്നു? what were you writing? what were you writing? നിങ്ങൾ എന്ത് എഴുതും? what will you write? what will you write?
ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.